നമസ്കാരം. അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. രാജകീയമായ രീതിയിലുള്ള ജീവിതമായിരിക്കും മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും അവിടെ വിജയവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു, പരീക്ഷയിൽ ഉന്നത വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു, ഇന്റർവ്യൂകൾ പാസ്സാകുന്നു, ടെസ്റ്റുകളിൽ വിജയിക്കുന്നു. അതോടൊപ്പം തന്നെ ജോലി സാധ്യത കൂടുതലായി വർദ്ധിച്ചു വരുന്ന ഒരു വർഷം തന്നെയാണ്. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവർ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ജോലി സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുവാനും ധാരാളം ധനം സമ്പാദിക്കുവാനും നേട്ടങ്ങൾ ഉണ്ടാകുവാനും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന മനോഹരമായ ഒരു വർഷകാലഘട്ടം. 1201 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നേടിയെടുത്ത് ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്താൽ മാത്രം മതി, മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങളുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു ചെറിയൊരു ജീവിതത്തിലൊരു മാറ്റം കൈവരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഈ സ്ക്രീനിൽ കാണുന്ന സ്ക്രീനിന്റെ കമന്റ് ബോക്സിന് താഴെ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നമ്മളത് കൃത്യമായി രേഖപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെറിയ രീതിയിലുള്ളൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ വരാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും നമുക്ക് വളരെ സന്തോഷമായി മാറിയിരിക്കുന്നത്. അത് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബപരമായിട്ട് ഒരുപാട് ഐശ്വര്യം വന്നു ചേരുവാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നിരുന്നാൽ കൃഷി സംബന്ധമായിട്ട് ചെറിയ നഷ്ടങ്ങൾ സാധ്യത കാണുന്നുണ്ട്. അത് കാർഷിക മേഖലയിൽ നഷ്ടങ്ങൾ വരുന്നുണ്ട്, വാഹന സംബന്ധമായിട്ട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. വാഹനം ഉപയോഗിച്ച് ജീവിതം നയിക്കുന്ന വ്യക്തികൾ ഒരുപാട് കാണും. എന്നാൽ അവർക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും ചിലവുകളും കൂടുതലായി വരുന്നുണ്ട്. അതൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വസ്തു സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളും അതുപോലെ കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കുക. എല്ലാവർക്കും സുഹൃത്തുക്കൾ ആവശ്യമാണ്. അവരുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചില സാഹചര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷകരമായി മാറിയിരിക്കുകയും ചെയ്യുന്നത്. കുടുംബജീവിതത്തിലേക്ക് വലിയ വലിയ ബുദ്ധിമുട്ട് സുഹൃത്തുക്കളെ മുഖാന്തരം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് സൂക്ഷിക്കുക. എല്ലാവരുടെയും ഒരു സംശയത്തോടു കൂടി പെരുമാറുന്നത് ഈ ഒരു വർഷകാലഘട്ടം വളരെ നല്ലത് തന്നെയായിരിക്കും. എടുത്തുചാട്ടവും വാശിയും കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെന്റ് ജോലി ലഭിക്കാത്തവർക്ക് അതിനേക്കാളും സാലറിയുള്ള നല്ല മനോഹരമായ പ്രൈവറ്റ് ജോലികൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷകാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കണം. കാരണം വിലപിടിപ്പുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, സ്വർണം എന്നിവ എല്ലാം നഷ്ടപ്പെടുവാനോ മോഷണം പോവാനോ കളഞ്ഞു പോകാനോ എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു മാർക്കറ്റ് വിലയിലൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് സ്വർണ്ണമൊക്കെ വളരെ വില കൂടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്വർണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഈ ഒരു വർഷകാലഘട്ടം കളഞ്ഞു പോകുവാനോ അല്ലെങ്കിൽ നഷ്ടം വരുവാനോ നമ്മൾ പോലും അറിയാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. അതിനോടൊപ്പം വിലപ്പെട്ട രേഖകളെല്ലാം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ ഒരിക്കലും വിശ്വസിക്കും. നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കൾ മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഓഫീസിൽ കൂടെ കാണും, അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്ഥലത്ത് കൂടെ കാണും, പലരും നമ്മളോടൊപ്പം കാണും. സൗഹൃദം അല്ലെങ്കിൽ പോലും കൂടെ നിൽക്കുന്ന വ്യക്തികളുണ്ട്. അവരെ സൂക്ഷിക്കുക. ഇവർ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യം കൈകാര്യം ചെയ്യുക. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടിൽ ആവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റിച്ച് ഇടാനുള്ള യോഗമോ അല്ലെങ്കിൽ ഒരു അസ്ഥി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ ഒക്കെ വരാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ഈശ്വരനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്ത് മഹാദേവനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ മൃത്യുഞ്ജയ അർച്ചന എടുക്കുക, ജലധാര നടത്തുക, പിൻവിളക്ക് തെളിയിക്കുക, കൂളവും മാല ചാർത്തുക, ഭഗവാന്റെ നാമം ജപിക്കുക, നിത്യവും ക്ഷേത്ര ദർശനം നടത്തുക.
കഴിയുമെങ്കിൽ നിങ്ങളുടെ പക്കനാൾ വരും ദിവസങ്ങളിൽ മൃത്യുഞ്ജയ ഹോമമെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നതും വളരെ നല്ലതായിരിക്കും. നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം ആരോഗ്യപരമായ കാര്യത്തിലും നല്ല ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെക്കപ്പ് ചെയ്യുക, ട്രീറ്റ്മെന്റ് ചെയ്യുക, മുന്നോട്ട് പോകുന്നത് നല്ല. കാരണം നമ്മൾ പോലും അറിയാതെ നമുക്ക് പലതരം അസുഖങ്ങൾ നമ്മുടെ കൂടെ തന്നെ വരികയാണ്. ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആഹാരം കഴിക്കണമെങ്കിലും, സംസാരിക്കണമെങ്കിലും, യാത്ര ചെയ്യണമെങ്കിലും, ജോലി ചെയ്യണമെങ്കിലും, സമ്പാദിക്കണമെങ്കിലും, എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ആരോഗ്യം തന്നെയാണ് വലുത്. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ നിസ്സാരമായി കാണരുത്. കൃത്യമായി അത് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കൃത്യമായ രീതിയിലുള്ള വ്യായാമം ചെയ്യുക, യോഗ ചെയ്യുക, ആരോഗ്യപരമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തുക, ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് എല്ലാം നല്ലതായിരിക്കും. സന്തോഷപരമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. കാരണം ഈ ഒരു വർഷ കാലഘട്ടം എന്തെങ്കിലും അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രണയിക്കുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുണ്ടെങ്കിൽ തടസ്സം അതിനോടൊപ്പം തന്നെ ഉണ്ട്. എല്ലാ കാര്യത്തിനും തടസ്സം തന്നെയാണ്. തടസ്സം മാറിയതിനു ശേഷം മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 1, 2, 3 പ്രാവശ്യം നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശ്രമിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുമെന്നുണ്ടെങ്കിലും മടിയും അലസതയും മാറ്റിവെച്ചാൽ മാത്രമേ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മുൻകോപവും എടുത്തുചാട്ടവും സംസാരവും നിയന്ത്രിക്കുക. വീട്ടിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യപാന ടെൻഡൻസിയോ അല്ലെങ്കിൽ പുകവലി ടെൻഡൻസിയോ, അത് മാത്രമല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളെല്ലാം. എന്നാൽ വിദ്യാർത്ഥികളൊക്കെ ഇതിന് വളരെ ശ്രദ്ധാപൂർവം നോക്കുക. അപ്പോൾ രക്ഷകർത്താക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷ കാലഘട്ടം അവരോടൊപ്പം നിന്ന് അവരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവുക. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ളൊരു ടെൻഡൻസി അവർക്ക് വളരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് എടുത്തുചാട്ടവും മുൻകോപം, പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥ, ഇതൊക്കെ കാണുന്നുണ്ട്. സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള രോഗാവസ്ഥ കാണുന്നുണ്ട്. വാഹന സംബന്ധമായ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. വിവാഹ തടസ്സങ്ങൾ കാണുന്നുണ്ട്. സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മൾ തന്നെ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിതം നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം ബിസിനസ് പരമായ കാര്യങ്ങൾ, ധനലാഭം ഉണ്ടാകുമ്പോൾ ശത്രുക്കളും അതിനോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കും. ബിസിനസ് പരമായ കാര്യങ്ങൾ ഓരോ കാര്യവും നമ്മൾ ഇറങ്ങുമ്പോഴും വളരെയധികം ക്ഷേത്ര ദർശനമെല്ലാം ചെയ്ത് പ്രാർത്ഥനകളെല്ലാം കൂടി തന്നെ ഇറങ്ങുക. കാരണം ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിനം കഴിയുന്തോറും ഈ ഒരു വർഷ കാലഘട്ടം ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടെ എല്ലാം കുറഞ്ഞാൽ, അല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലാതായാൽ മാത്രമേ, ശത്രുക്കൾ മിത്രങ്ങളായി വന്നാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാനും ആനന്ദത്തോടു കൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ തീർച്ചയായും നമ്മുടെ മിത്രങ്ങളായി വരികയും നമ്മളോട് ശത്രുതയില്ലാതെ സന്തോഷകരമായിട്ടൊരു ജീവിതം നയിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും.